ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു? കണ്ടിരുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതാണ്, ഒരു പത്മഭൂഷൺ വല്ല വിലയുണ്ടാ? അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ? അതിനൊക്കെ അന്തം ഉണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? ഈ വീഡിയോയിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുത്തോട്ടെ പത്മഭൂഷൺ, ഞാൻ വാങ്ങിക്കത്തില്ല, ഞാൻ കൈകൊണ്ട് വാങ്ങിക്കുന്ന ഒരു കാര്യമേ ഇല്ല എന്നാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ പറയുന്നത്, ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. എനിക്ക് തന്ന നരേന്ദ്രമോദിക്കും BJPക്കും എന്തെന്നില്ലാത്ത സന്തോഷം ഞാൻ അറിയിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെട്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചുവട് മാറ്റം. അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ആ ആങ്കർ തന്നെ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, അങ്ങ് BJPയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, BJPയുമായിട്ട് എപ്പോഴും സംവദിക്കുന്ന ഒരാളാണ്, നരേന്ദ്രമോദിയിലേക്ക് ഏറ്റവും അടുത്തൊരാൾ, കേരളത്തിൻ്റെ ജാതി സംഘടനയിലെ മുൻനിര നേതാവ്, അപ്പോൾ അങ്ങേക്കൊരു പത്മഭൂഷൺ കിട്ടാനുള്ള എല്ലാ അവസ്ഥകളും അർഹതയും അവിടെ നിലനിൽക്കുന്നുണ്ട്. അർഹതയല്ല, എല്ലാ സംവിധാനങ്ങളും അവിടെയുണ്ട്. അങ്ങനെ ഇരിക്കെ അങ്ങക്ക് പത്മഭൂഷൺ കിട്ടിക്കഴിഞ്ഞാൽ എന്താ? പത്മഭൂഷണോ ഏതെങ്കിലും പട്ടിക്കോ പൂച്ചയ്ക്കോ കൊടുക്കുക എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഈ കാലുമാറ്റത്തിന് പിന്നിൽ എന്തായിരിക്കും ഒരു അവസ്ഥ? അല്ല, അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ് തന്നെയായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ, ഇന്നിപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ ബോധമില്ലാത്തവനായിട്ട് ഉപയോഗിക്കുകയാണോ? ബോധമില്ലാത്തവൻ എന്നെടുത്ത് പറയണമെന്ന് ചോദിച്ചാൽ ഏതാണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങൾ നമുക്ക് അങ്ങനെ തന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നിഷേധിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പത്മഭൂഷൺ വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കൈകൊണ്ട് തൊടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ഒരാൾ ഇന്നിപ്പോൾ പത്മഭൂഷൺ കിട്ടിയപ്പോൾ ഈ പറയുന്ന മോദിയെ സ്തുതിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ സ്തുതിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നുള്ളത്. അദ്ദേഹം ഇപ്പോൾ അതിനുള്ളൊരു ഒരു പ്രതികരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ന്യായീകരണം എന്ന് പറയുന്നത്, ഈ പറയുന്ന അവാർഡ് എനിക്ക് ലഭിക്കുന്നത്, ഞാൻ ഇതിനു മുൻപ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് കുത്തിത്തിരിപ്പുണ്ടാക്കാൻ അല്ലെങ്കിൽ വിദ്വേഷങ്ങൾ പടർത്താൻ വേണ്ടിയുള്ള ഒരു തൊഴിലാണല്ലോ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകരെ കണ്ണിന് കണ്ടുകൂടാ എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ചില സമയങ്ങളിലെങ്കിലും ചില പുരസ്കാരങ്ങൾ നിലവാരമില്ലാതെ പോകുന്നത് കൊണ്ടാണ്, പലർക്കും അർഹതപ്പെടാത്ത പലർക്കും ലഭിക്കുന്നത് കൊണ്ടാണ് താൻ അന്ന് അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ അത് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന് കിട്ടാത്ത കാലത്തോളം അത് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അർഹതപ്പെട്ടവരുടെ കയ്യിൽ കിട്ടി. തീർച്ചയായിട്ടും. അല്ല, അത് നമ്മൾ ചിന്തിക്കണം. അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയപ്പോൾ അതിനോടൊപ്പം തന്നെ പത്മവിഭൂഷൺ കിട്ടിയ ഒരു മഹാ വ്യക്തി അല്ലെങ്കിൽ മഹാത്മാവ് എന്ന് പറയുന്ന ഒരു വ്യക്തി VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അർഹതപ്പെട്ടവർക്ക് അംഗീകാരം ഏത് കാലത്തും ലഭിക്കുമെന്നുള്ളത് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു കല്ലുകടി അല്ലെങ്കിൽ കണ്ണ് കിട്ടാതിരിക്കാൻ എന്നൊക്കെ പറയുന്നത് പോലെ, പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ വലിയ പുതിയ വീടൊക്കെ വെക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരു കോലം വെക്കുമല്ലോ, പോകുന്ന ആളുകൾ കണ്ണ് കിട്ടാതിരിക്കാൻ, നല്ലത് പറയാതിരിക്കാൻ. അതിനുവേണ്ടി ആയിരിക്കണം ചിലപ്പോൾ വെള്ളാപ്പള്ളി നടേശന് ഒരു പത്മഭൂഷൺ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഒന്നും പറയരുത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഈ സമയത്ത് അവാർഡ് കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വിഷയം വരാൻ കാരണം അദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ടുള്ള പ്രസ്താവനകളാണ്, അദ്ദേഹത്തിന്റെ നിലപാടുകളാണ്. അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ്? ഇപ്പോൾ BJPയെ സംബന്ധിച്ച് നമുക്കറിയാം, ഹിന്ദുത്വ രാഷ്ട്രമാണ് BJPയുടെ അജണ്ട. ഇന്ത്യയെ സംബന്ധിച്ച് ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുക, രൂപീകരിക്കുക. പക്ഷേ അതിന് വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ കേരളത്തിൽ വലിയ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കൂടുതലും. മലപ്പുറത്തെ കൃത്യമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ചു നാളുകളായിട്ട് നടത്തുന്ന വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ, ഇപ്പോൾ മലപ്പുറം എന്ന് കേട്ടാൽ തന്നെ വർഗീയ ധ്രുവീകരണത്തിന്റെ ഒരു സൂചന നമുക്ക് അവിടെ കിട്ടുന്ന രീതിയിലേക്ക് അത് മാറിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ്. ഇപ്പോൾ തിരുനാവായ അവിടെ മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുംഭമേള നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുംഭമേളയിൽ പോലും വലിയ രീതിയിലുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? കുറച്ച് നാളുകൾക്ക് മുമ്പിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഉന്നയിച്ച ചില കാര്യങ്ങളാണ്, വർഗീയ പ്രസ്താവനകളാണ്. മലപ്പുറം മുസ്ലിം രാജ്യമാണ്, അപ്പൊ അതിന് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സർക്കാരിന്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ആണെങ്കിലും വലിയ രീതിയിലുള്ള അന്വേഷണ സംഘങ്ങൾ അദ്ദേഹത്തിനെ വേട്ടയാടിയിരിക്കുകയാണ്. എപ്പം വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. അദ്ദേഹത്തിനോട് കൃത്യമായി മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, ഈ ഒരു അവാർഡ് ലഭിച്ചപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ ഉണ്ടായിട്ടുണ്ടാകുമോ എന്നുള്ളതിന് അദ്ദേഹം പറയുന്ന മറുപടി, അങ്ങനെ ഒരു ശുപാർശ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരായിരുന്ന സമയത്ത് അവാർഡ് കൊടുത്തവരാരും മാന്യന്മാരോ അർഹതയില്ലാത്തവരോ ആണെന്ന് താൻ പറയുന്നില്ല. പക്ഷേ
അവർക്കൊക്കെ അർഹതപ്പെട്ടവർ തന്നെയാണ്, മാന്യന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മഹാവ്യക്തികൾക്ക് തന്നെയാണ് കോൺഗ്രസും അവാർഡ് കൊടുത്തിട്ടുള്ളത് എന്ന് മാറ്റി പറയുന്നതിന് നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്താൽ കിട്ടുന്ന ഒരു അവാർഡാണോ ഇതെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ചെയ്യാൻ സാധ്യതയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ ഒരു ശുപാർശ അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷൻ ഈ പറയുന്ന പത്മഭൂഷണിന് പിന്നിലുണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അവര് ഒരേ വണ്ടിയില് തൊഴിൽ കൈയിട്ട് നടന്ന സുഹൃത്തുക്കളാണ്. ഒരു സമയത്ത് പിണറായി വിജയന് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തിനോട് വിയോജിപ്പ് ഉണ്ടാക്കിയപ്പോൾ അന്തർധാര സജീവമാക്കണല്ലോ, അന്തർധാര സജീവമാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സുഹൃത്തല്ലേ നിങ്ങളൊരു അവാർഡ് കൊടുക്കൂ എന്ന് ബായി ആയിട്ടുള്ള നരേന്ദ്രമോദിയോട് പറഞ്ഞിരിക്കാം. അങ്ങനെ ബായി ബന്ധത്തിൽ ചിലപ്പോൾ നരേന്ദ്രമോദി കൊടുത്തതാകാം. അല്ല, ഇവിടെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ പത്മഭൂഷൺ അവാർഡ് ലഭിക്കുന്നതിന് പിന്നിൽ ഇത്തരത്തിൽ വ്യക്തികൾക്ക് നോമിനേറ്റ് ചെയ്യാമെന്നുള്ള പ്രോട്ടോകോൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യക്തികൾ ഇദ്ദേഹത്തെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയനോ അല്ലെങ്കിൽ പിണറായി വിജയനോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ശുപാർശ കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ് റെക്കമെൻഡ് ചെയ്താൽ അത് നമുക്കറിയാം. ഇപ്പം പത്മഭൂഷൺ കൊടുക്കണമെങ്കിൽ സ്റ്റേറ്റ് പറഞ്ഞാൽ മാത്രമല്ല പത്മഭൂഷൺ കൊടുക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പത്മഭൂഷൺ കൊടുക്കാം. പക്ഷെ കേരളത്തിൽ നിന്ന് ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശന് ഒരു അവാർഡ് കൊടുക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കത്തയച്ചിട്ടുണ്ടെങ്കിൽ അത് തൊളയിൽ കയറ്റി കിടക്കുന്ന പിണറായി വിജയൻ സഖാവല്ലാതെ മറ്റാര് കൊടുക്കണം? അതെ, തീർച്ചയായിട്ടും. നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള തൊഴിൽ കയറ്റ് നടക്കാൻ കഴിയുന്ന, ചിരിച്ചുല്ലസിച്ച് നടക്കാൻ കഴിയുന്ന ഇന്ത്യയിലെ ഒരേ ഒരു മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അതെ, തീർച്ചയായിട്ടും. വെള്ളാപ്പള്ളി നടേശന്റെ തോളയിൽ കൈയിട്ട് നടക്കാൻ കഴിയുന്ന ഇവിടുത്തെ ഒരു നേതാവാരാ? അതും സഖാവ് പിണറായി വിജയനാണ്. അപ്പൊ പിണറായി സ്റ്റേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ സഖാവ് പിണറായി വിജയൻ കൊടുത്തതായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന ആരെങ്കിലും ഒക്കെ കൊടുത്തതായിരിക്കാം. അദ്ദേഹം പറഞ്ഞാൽ നോ പറയാൻ സാധിക്കില്ല എന്നാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് BJP നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് അത്രത്തോളം പ്രിയപ്പെട്ട ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ പറയുമ്പോൾ അതിന് നോ പറയാനോ അല്ലെങ്കിൽ അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാനോ അദ്ദേഹത്തിന് ആവില്ല എന്നുള്ള നിലപാടുകൾ കൊണ്ട് പിണറായി വിജയനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെള്ളാപ്പള്ളി നടേശനെയാണ് എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ അവാർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് വെള്ളാപ്പള്ളി നടേശനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം നരേന്ദ്രമോദിക്കാണ്, പിണറായി വിജയനേക്കാൾ കൂടുതൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുത്ത നരേന്ദ്രമോദി സർക്കാരിനെ നമുക്ക് അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല. അതെ.